ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബയോളജിയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹേർട്ടുമായി ബന്ധപ്പെട്ട സിസ്റ്റംസ്, ബ്ലഡ് വെസൽസ്, അതുമായി എങ്ങനെയാണ് ഡബിൾ സർക്കുലേഷൻ, പോർട്ടൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ ഹേർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവാവുന്ന ചില രോഗങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് ചാപ്റ്ററിൽ അല്ലേ. ഇനി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ബ്ലഡ് നമ്മുടെ ബോഡിയിലുണ്ട്, ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ബ്ലഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനും മറ്റുമൊക്കെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ത്, പ്ലാന്റ്സ് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. എന്തുപയോഗിച്ച്? അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. പ്ലാന്റ്സ് സൺലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന മാർഗത്തിലൂടെ. ആ ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമായ എനർജി കണ്ടെത്തുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ കേസ് നോക്കും മക്കളെ, നമുക്കും എനർജി വേണം അല്ലേ. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനർജി വേണം. നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ പോലും എന്ത് വേണം? എനർജി വേണം. നമുക്ക് നന്നായി ഓടണമെങ്കിൽ, നന്നായി ഒന്ന് ചാടണമെങ്കിൽ അല്ലേ, വൈകുന്നേരത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് നന്നായി ഒന്ന് കളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? പല രൂപത്തിലാണ് നമ്മൾ എനർജിയെ ഉപയോഗിക്കുന്നത്. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഊർജം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എങ്ങനെയാണ് നമ്മുടെ ബോഡി എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഭാഗമായി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രക്രിയകൾ, ആളുകൾ, അതൊക്കെ ആരൊക്കെയാണ് എന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് എനർജി നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുണ്ട് ഗ്ലൈക്കോളിസിസ്, ക്രേബ് സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സുകളിലൂടെയൊക്കെയാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, നമ്മൾ ഈ പറയുന്ന എനർജി ഒക്കെ എന്തിൻ്റെ ഫോമിലാണ്? ATP അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ATP തന്മാത്രകളുടെ രൂപത്തിലാണ് ഈ പറയപ്പെട്ട എനർജികളൊക്കെ അല്ലേ. എനർജികളൊക്കെ ഇതിൻ്റെ രൂപത്തിലാണ്, ATPയുടെ രൂപത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൻ്റെ പേരാണ് ബ്രീത്തിങ് ഫോർ എനർജി. നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് പുറന്തള്ളണം. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിയാൽ മാത്രം മതിയോ? പോരാ, ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എടുക്കും വേണം. ഈ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സഹായിക്കുന്നതും. ഈ ഓക്സിജൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്, അഥവാ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ATP ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഓക്സിജൻ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ അല്ലേ, അന്തരീക്ഷത്തിൽ ഒരുപാട് ഓക്സിജൻ ഉണ്ട്. അത് ആരാണ് നൽകുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? പ്ലാന്റ്സ്
ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവരെന്ത് കൺസ്യൂം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് ഓക്സിജനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ ഓക്സിജൻ ആരെടുക്കും? മനുഷ്യന്മാരും മറ്റ് ജീവികളും ഈ ഓക്സിജനെ എടുക്കും. അവർ ഓക്സിജൻ എടുത്ത് തിരിച്ചെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളും. ഓക്കെ അല്ലേ? ഈ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിലുള്ള മിക്ക പ്രവർത്തനങ്ങളുടെയും ആധാരബിന്ദു എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജനാണ്. ഈ ഓക്സിജൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? നമുക്കറിയാം, നമ്മൾ ആഞ്ഞു വലിക്കുകയാണ് അല്ലേ? നമ്മൾ നല്ല ആഞ്ഞു വലിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു. ഇൻസ്പിരേഷൻ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇൻസ്പിരേഷൻ അല്ലേ? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഓക്സിജൻ അടക്കമുള്ള ഗ്യാസുകളെ നമ്മുടെ ലങ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള അനാവശ്യമായ ഗ്യാസുകൾ നമ്മൾ തിരിച്ചു കളയും. അതാണ് എക്സ്പിരേഷൻ എന്ന് പറയും. ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ. ഈ ഇൻസ്പിരേഷൻ ആയിക്കോട്ടെ എക്സ്പിരേഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടും നടക്കുന്നത് ഒരു പ്രത്യേക പാത്തിലൂടെയാണ് അല്ലേ? നമുക്കറിയാം, ഒരു പ്രത്യേക പാത്തിലൂടെയാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഒക്കെ നടക്കുന്നത് അല്ല മക്കളെ? കാരണം നമ്മൾ മൂക്കിലൂടെ അത് വലിച്ച് എടുക്കുകയാണ് അല്ലേ? നമ്മൾ മൂക്കിലൂടെ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയൊക്കെ എത്തണത് അല്ലേ? ഇതിൽ കൂടെ നമ്മൾ ഗ്യാസുകളെ വലിച്ചെടുത്തു, ട്രക്കിയ വഴി ഇത് പിന്നെ എവിടേക്ക് എത്തും? ലങ്സിലേക്ക് എത്തും. ലങ്സാണ് ബ്രീത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സാണ്, അഥവാ ശ്വാസകോശങ്ങളാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ലങ്സുകളാണ് മനുഷ്യർക്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളെ നമ്മൾ വലിച്ച് നമ്മുടെ ലങ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എത്തിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളെ നമ്മൾ വലിച്ച് നമ്മുടെ ലങ്സുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ലങ്സുകളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ ഇൻസ്പിരേഷൻ എന്നും തിരിച്ച് എക്സ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എക്സ്പിരേഷൻ എന്നും പറയും. ഇനി നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ വലിച്ചെടുക്കുന്ന ഗ്യാസുകൾ, അറ്റ്മോസ്ഫിയറിക് എയർ ലങ്സിലെത്തുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ്, ആ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ എയർ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ആ ചിത്രം എല്ലാവരും നോക്കും. ആദ്യം നമുക്ക് 1-2 മറ്റുള്ള ഭാഗങ്ങൾ നോക്കാം. നോക്കൂ മക്കളെ, ലെൻസ് അല്ലേ? ലെൻസിലേക്കാണ് എന്തെത്തുന്നത്? നമ്മൾ ഈ ഇൻസ്പയർ ചെയ്യുന്ന എയർ എത്തുന്നത് ഏത് ഭാഗത്തേക്കാണ്? ലങ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെൻസിൻ്റെ 1-2 ഭാഗങ്ങൾ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് പാത്തിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് നോക്കൂ മക്കളെ, പ്ലിയൂറ. എന്താണ് പ്ലിയൂറ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹേർട്ടിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട് അല്ലേ? ഹേർട്ടിനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഒരു ഡബിൾ ലെയറായിട്ടുള്ള 2 ലെയറോട് കൂടിയ ഒരു മെംബ്രെയിൻ നമുക്ക് ഹാർട്ടിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് പ്ലിയൂറ എന്ന് പറയുന്നത് ലങ്സിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ്. ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 2 ലെയറുള്ള ഒരു മെംബ്രെയിനാണ് പ്ലിയൂറ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? എന്തിനാണ് ഈ 2 ലെയറുകളുടെ ഇടയിൽ അല്ലേ? 2 ലെയറുകളാണ് 2 ലെയറുകളുണ്ട്. ആ 2 ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിനാണ് നമ്മൾ പ്ലിയൂറ എന്ന് പറയുന്നത്. ആ 2 ലെയറിനും ഇടയിൽ ഒരു പ്രത്യേക ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലിയൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പ്ലിയൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ആ ഫ്ലൂയിഡിൻ്റെ ഈ 2 ലെയറിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനൊരു ഫ്ലൂയിഡ് വെച്ചിട്ടുള്ളത്? ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്ലൂയിഡ് ഈ 2 ലെയറുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ അല്ലേ?
രണ്ട് ലെയറുകൾക്കിടയിലുള്ള ഫ്രിക്ഷനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് പ്ലൂറൽ മെംബ്രെയിനിടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി പ്ലൂറ കഴിഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് പ്ലൂറിനെ കുറിച്ച് പറഞ്ഞത്? ഡബിൾ ലെയർഡ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ അല്ലേ? രണ്ട് ലെയറുള്ളൊരു മെംബ്രെയിനാണ് പ്ലൂറ. അതോടൊപ്പം തന്നെ പ്ലൂറ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? പ്ലൂറയുടെ രണ്ട് പ്ലൂറൽ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ പ്ലൂറൽ ഫ്ലൂയിഡ് ഫ്രിക്ഷനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. രണ്ട് ലെയർ തമ്മിലുള്ള ഫ്രിക്ഷൻ അഥവാ ഘർഷണത്തെ കുറയ്ക്കുന്നു. ഇനി നോക്കൂ മക്കളെ, ഈ ലങ്സിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഒരു മസ്കുലാർ വാൾ കണ്ടോ? ആ ചിത്രത്തിൽ നോക്കൂ. രണ്ട് ലങ്സിൻ്റെയും അടിയിൽ ഒരു ചുവപ്പ് നിറത്തിലുള്ള കണ്ടോ ഒരു മസ്കുലാർ വാൾ കണ്ടോ? ഓക്കെ. അപ്പോൾ രണ്ട് ലെൻസിൻ്റെയും താഴെ കാണപ്പെടുന്ന ഒരു മസ്കുലാർ വാളുണ്ട്. ആ മസിൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഭിത്തി, മസിൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു വാൾ, മസ്കുലാർ വാൾ. ആ മസ്കുലാർ വാളിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. എന്താണ്? ഡയഫ്രം. മസ്കുലാർ വാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഫ്രം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഡയഫ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ഇറ്റ് സെപ്പറേറ്റ്സ് തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ലെൻസ് കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ ലങ്സും ഹേർട്ടും അടങ്ങുന്ന മുകളിലെ നമ്മുടെ ഈ വാരിയല്ലുകൾക്ക് മുകളിൽ കാണപ്പെടുന്ന ക്യാവിറ്റി, ലെൻസും നമ്മുടെ ഹേർട്ടുമൊക്കെ കാണപ്പെടുന്ന ഈ വാരിയല്ലുകൾക്ക് മുകളിൽ കാണപ്പെടുന്ന ക്യാവിറ്റി, അതിനെയാണ് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ അല്ലേ, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്ക് എല്ലാം കാണുന്ന താഴ്ഭാഗം, അതിനെയാണ് നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ തൊറാസിക് ക്യാവിറ്റിയുടെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന, തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഇനി നോക്കൂ മക്കളെ, ഇനി നമ്മൾ കടക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് എയർ കടന്നു വരുന്നത് നോക്കാം നമുക്ക്. ആദ്യം നോസ്ട്രിൽ. നോസ്ട്രിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? നമ്മുടെ മൂക്കിൻ്റെ ആ ഹോൾസ് ഇല്ലേ, ആ ഹോൾസിനെയാണ് നമ്മൾ നോസ്ട്രിൽ എന്ന് പറയുന്നത് അല്ലേ? അല്ലേ മക്കളെ? അതായത് എയർ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ഓപ്പണിങ്, ഈ ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ നോസ്ട്രിൽ എന്ന് പറയുന്നത്. ഓക്കെ. നോസ്ട്രിൽ കഴിഞ്ഞാൽ രണ്ട് ഹോൾസാണ് നമുക്കുള്ളത് അല്ലേ? ഈ രണ്ട് ഹോൾസും കൂടെ ജോയിൻ ചെയ്തിട്ട് വലിയൊരു ക്യാവിറ്റിയിലേക്ക് അല്ലേ, വലിയൊരു അറയിലേക്ക്, വലിയൊരു ക്യാവിറ്റിയിലേക്ക് എത്തും. രണ്ട് നോസ്ട്രിൽസ് ഉണ്ട്. ഈ രണ്ട് നോസ്ട്രിൽസും ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു ക്യാവിറ്റിയിലേക്കാണ്. ആ ക്യാവിറ്റിയെയാണ് നമ്മൾ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. എന്താണ്? നെയ്സൽ ക്യാവിറ്റി. രണ്ട് നോസ്ട്രിൽസിനെയും കണക്റ്റ് ചെയ്യുന്നു അല്ലേ? രണ്ട് നോസ്ട്രിൽസിനെയും നമ്മളുടെ ഫാരിങ്സുമായി കണക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? രണ്ട് നോസ്ട്രിൽസിനെയും ഫാരിങ്സുമായി കണക്റ്റ് ചെയ്യുന്ന ക്യാവിറ്റിയെയാണ് നമ്മൾ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. എന്താണ്? നെയ്സൽ ക്യാവിറ്റി അല്ലേ? ഓക്കെ മക്കളെ, ഈ നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നോക്കൂ, നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഒരു നീല കളറിൽ കണ്ടോ ഒരു ചെറിയൊരു കുഴൽ അല്ലേ? നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താഴെ എത്തിയാൽ നമ്മുടെ വായയുടെ താഴെ മുതൽ ഒരു നീല കളറിലുള്ളൊരു ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? ആ ലോങ് ട്യൂബിനെയാണ് നമ്മൾ ട്രക്കിയ എന്ന് പറയുന്നത്. എന്താണ്? ട്രക്കിയ. ലോങ് ട്യൂബാണ്. ട്രക്കിയ എന്ന് പറയുന്നത് ഒരു ലോങ് ട്യൂബാണ്.
പിന്നെ ഈ ട്രക്കിയ എന്ന് പറയുന്ന ട്യൂബിനെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചാണ്? സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ്. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു സി ഷേപ്ഡ് റിങ്സ്. കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു സി ഷേപ്ഡ് റിങ്സ്. ഈ കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ സി ഷേപ്ഡ് റിങ്സ് ഉപയോഗിച്ചാണ് ട്രക്കിയ സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തിനാണ് ഈ കാർട്ടിലേജിനസ് റിങ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്? കാർട്ടിലേജിനസ് റിങ്സ് ഹെൽപ്സ് ട്രക്കിയ ടു റിമെയിൻ ഓപ്പൺ ഓൾവേസ്. എപ്പോഴും നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്, ബ്രീത്തിങ് എന്ന് പറയുന്നത് നിർത്തി വെക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുമ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉറങ്ങുമ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ ആ ബ്രീത്ത് ചെയ്യുന്ന എയർ പാസ് ചെയ്യുന്ന ട്രക്കിയ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തപ്പോഴും എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ട്രക്കിയ. സോ അങ്ങനെ ട്രക്കിയ എപ്പോഴും ഓപ്പൺ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ഉപയോഗിച്ച് നമ്മൾ ട്രക്കിയയെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരൊറ്റ ട്രക്കിയ ഉണ്ടോ, ഒരു സിംഗിൾ പൈപ്പായിട്ടാണ് പോകുന്നത്. നീല കളറിൽ കണ്ടില്ലേ? നോക്കൂ മക്കളെ, ആ സിംഗിൾ പൈപ്പ്ഡ് ആയിട്ടുള്ള ട്രക്കിയ പിന്നെ രണ്ടെണ്ണമാകുകയാണ് അല്ലേ? രണ്ടെണ്ണമായിട്ട് എന്താ സംഭവിക്കുന്നത്? ട്രക്കിയ രണ്ടെണ്ണമാവുന്നു. രണ്ടെണ്ണമായിട്ട് എന്ത് സംഭവിക്കുന്നു? രണ്ട് പൈപ്പുകളും രണ്ട് ലങ്സുകളിലേക്കാണ് പോകുന്നത് അല്ലേ? ട്രക്കിയ രണ്ടെണ്ണായി വീണ്ടും അത് രണ്ട് പൈപ്പുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. രണ്ട് ലങ്സുകളിലേക്കാണ് പോകുന്നത്. ആ ലങ്സുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആവുന്നുണ്ട്. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ബ്രോങ്കസ്. അപ്പോൾ എന്താണ് ബ്രോങ്കസ്? ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയ വിച്ച് എൻ്റർ ദി ലങ്സ്. ലങ്സിലേക്ക് എത്തുന്ന ട്രക്കിയയുടെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോങ്കസ്. ലങ്സുകളിലേക്ക് എത്തുന്ന ട്രക്കിയയുടെ ബ്രാഞ്ചസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോങ്കസ്. എന്താണ്? ബ്രോങ്കസ്. അതുപോലെ തന്നെ ട്രക്കിയ സപ്പോർട്ടഡ് ബൈ എന്താണ്? സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ആണെങ്കിൽ ബ്രോങ്കസ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ്. കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ്. നമ്മൾ പറയുന്നത് ട്രക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ആരാണ്? സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ്. എന്നാൽ ബ്രോങ്കസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ത്? ബ്രോങ്കസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ പോകുന്നത് ബ്രോങ്കിയോൾസിലേക്കാണ്. സിമ്പിൾ. ട്രക്കിയയുടെ ബ്രാഞ്ചസിനെ ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചസിനെ ബ്രോങ്കിയോൾസ് എന്ന് പറയും. എന്താണ്? ട്രക്കിയയുടെ ബ്രാഞ്ചസിനെ ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചസിനെ ബ്രോങ്കിയോൾസ് എന്ന് പറയും. ഓക്കെ, അഥവാ ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കൈ ദാറ്റ് ഓപ്പൺസ് ടു ആൽവിയോളൈ ഈസ് കോൾഡ് ആസ് ബ്രോങ്കിയോൾ. ബ്രോങ്കസിൻ്റെ ഏറ്റവും അവസാനത്തെ ബ്രാഞ്ചുകൾ അല്ലേ? ആൽവിയോളയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ബ്രോങ്കസിൻ്റെ ഏറ്റവും അവസാനത്തെ ബ്രാഞ്ചസ്, അതിനെയാണ് നമ്മൾ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ബ്രോങ്കിയോൾസിൽ എന്തില്ല? കാർട്ടിലേജിനസ് റിങ്സ് ഇല്ല. ബ്രോങ്കിയോൾസിൽ എന്ത് കാണപ്പെടുന്നില്ല? കാർട്ടിലേജിനസ് റിങ്സ് കാണപ്പെടുന്നില്ല. ബ്രോങ്കിയോൾസിൽ എന്ത് കാണപ്പെടുന്നില്ല? കാർട്ടിലേജിനസ് റിങ്സ് കാണപ്പെടുന്നില്ല. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ പറയുന്നത് ആൽവിയോളൈ, ലാസ്റ്റ് പാർട്ട് അല്ലേ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എത്തുന്ന
അവസാനത്തെ ഭാഗം ഇറ്റ്സ് ആൽവിയോളൈ. ആൽവിയോളൈ നോക്കൂ മക്കളെ, ആൽവിയോളൈ എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആൽവിയോളൈ നോക്കൂ, ഇറ്റ്സ് വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്നാൽ ഇലാസ്റ്റിക്കായ എയർ സാക്സുകളെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ് ആൻഡ് ഇലാസ്റ്റിക് എയർ സാക്സ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക്കായ എയർ സാക്സിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ദേ ആർ സീൻ അറ്റ് എ ടിപ്പ് ഓഫ് ബ്രോങ്കിയോൾസ്. അല്ലേ, നമ്മൾ പറഞ്ഞ ബ്രോങ്കിയോൾസിൻ്റെ ടിപ്പിലാണ് ആര് കാണപ്പെടുന്നത്? ആൽവിയോളൈ കാണപ്പെടുന്നത്. ഓക്കെ, ആൽവിയോളൈ ആർ ദ delicate elastic air sacs seen at the tip of bronchioles. Seen at the tip of bronchioles. ഓക്കെ മക്കളെ, ഈ എയർ സാക്സ് എന്ന് പറയുന്നത് അല്ലേ, ഈ വളരെ ചെറിയ എയർ സാക്സിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ ആൽവിയോളൈ ഈ സറൗണ്ടഡ് ബൈ ലോർജ് നമ്പർ ഓഫ് കാപ്പിലറീസ്. നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ച കാപ്പിലറീസ് അല്ലേ, ബ്ലഡ് വെസൽസിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ ബ്ലഡ് വെസൽസാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എയർ സാക്സ് അഥവാ ആൽവിയോളൈ, ഈ ആൽവിയോളൈനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്ലഡ് കാപ്പിലറീസിനെ കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി ഈ ആൽവിയോളയിലാണ് എവിടെ എത്തിയത്? നമ്മൾ ബ്രീത്ത് ചെയ്ത എയർ ഏറ്റവും അവസാനമായി എത്തുന്നത് എവിടെയാണ്? ആൽവിയോളൈ. ആൽവിയോളയിൽ വെച്ചിട്ട് ഈ എയറിന് എന്താണ് സംഭവിക്കുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്ന ആളാണ് ആര്? ബ്ലഡ് അല്ലേ? ഇപ്പം നമ്മൾ വലിച്ചെടുത്ത ഓക്സിജൻ എവിടെയാണ് എത്തിയിട്ടുള്ളത്? ആൽവിയോളൈ. ഇനി ഈ ആൽവിയോളയിൽ നിന്നും ഓക്സിജൻ എങ്ങോട്ടെത്തണം? ബ്ലഡിലേക്ക് എത്തണം. സോ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലേ? നമ്മുടെ ലങ്സിലുള്ള ഓക്സിജനെ ബ്ലഡിലേക്ക് കൊടുക്കണം, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് കൊണ്ടുവരണം അല്ലേ? ലങ്സിലുള്ള ഓക്സിജനെ ബ്ലഡിലേക്കും കൊടുക്കണം, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്കും കൊണ്ടുവരണം. അഥവാ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ആ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ വെച്ചാണ്? ആൽവിയോളയിൽ വെച്ചാണ്. അപ്പോൾ എക്സാമിലൊരു ചോദ്യം ഉറപ്പാണ്, വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്? എവിടെ വെച്ചാണ്? അല്ലെങ്കിൽ വേർ ഈസ് ദ സൈറ്റ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്? എവിടെ വെച്ചാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? എവിടെ വെച്ചാണ്? ആൽവിയോളൈ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ എയർ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ പോകുന്ന ഭാഗങ്ങൾ, അതൊരു ഫ്ലോ ചാർട്ടായിട്ട് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ പറയും? ഫസ്റ്റ് നോസ്ട്രിൽസ് അല്ലേ, ഓപ്പണിങ്സ്. ദെൻ നെയ്സൽ ക്യാവിറ്റി. എന്തിനൊക്കെ കണക്ട് ചെയ്യുന്ന? നോസ്ട്രിൽസിനെയും ഫാരിങ്സിനെയും കണക്ട് ചെയ്യുന്ന ക്യാവിറ്റി, നെയ്സൽ ക്യാവിറ്റി. അടുത്തത് അങ്ങോട്ട് എത്തുന്നത് ട്രക്കിയ അല്ലേ? ട്രക്കിയ എന്ന് പറഞ്ഞാൽ ലോങ് ട്യൂബ് സ്ട്രെങ്തൻഡ് ബൈ C-shaped cartilaginous rings. Then ട്രക്കിയയിൽ നിന്ന് എങ്ങോട്ട് എത്തുന്നത്? ബ്രോങ്കസ്. ഇറ്റ്സ് ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയ അല്ലേ, സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ്. ഓക്കെ അല്ലേ? ദെൻ ബ്രോങ്കിയോൾസ്. പിന്നെ ബ്രോങ്കിയോൾസിലേക്കാണ് എത്തുന്നത്. ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കൈ, then opens to the alveoli. then ഏറ്റവും അവസാനം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എത്തുന്നത് ആൽവിയോളയിൽ വെച്ചാണ്, ആൽവിയോളയിലേക്കാണ്. ആൽവിയോള എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് ഇലാസ്റ്റിക് എയർ സാക്സ്. പിന്നെന്താണ്? അവിടെ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്.
ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ സെപ്പറേറ്റ് 2 ഭാഗങ്ങൾ കൂടെ പറഞ്ഞു, ഡയഫ്രം ആൻഡ് പ്ലൂറ. എന്തൊക്കെയാണ്? ഡബിൾ ലെയേർഡ് ആയിട്ടുള്ളൊരു മെംബ്രെയിനാണ്, ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. 2 ലെയറുകൾക്കിടയിലും കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ ഡയഫ്രം എന്താണ്? ഇറ്റ് സെപ്പറേറ്റ്സ് തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയെയും തൊറാസിക് ക്യാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്ത് എയർ എവിടെ എത്തി? ആൽവിയോളയിലെത്തി. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതിന് നമ്മൾ പഠിച്ചത് എന്താണ്? ബ്രീത്ത് ചെയ്ത് എയർ ആൽവിയോല വരെ എത്തുന്ന പാത്ത് ഏതിലൂടെ വന്ന് ഏതിലൂടെ എത്തുന്നു, ഇതാപ്പോൾ നമ്മൾ പഠിച്ചത്. ഇതിനൊരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എയർ നമ്മളുടെ എവിടേക്ക് എത്തുന്നത്? ആൽവിയോളയിൽ എത്തുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നോക്കൂ മക്കളെ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഇൻസ്പിരേഷൻ അല്ലേ? എന്താണ് ഇൻസ്പിരേഷൻ എന്നും എന്താണ് എക്സ്പിരേഷൻ എന്നും. എന്താണ് ഇൻസ്പിരേഷൻ, എന്താണ് എക്സ്പിരേഷൻ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇൻസ്പിരേഷൻ ശ്രദ്ധിക്കാം. എന്താണ് ഇൻസ്പിരേഷൻ? നമുക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ടാവും, ആ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇതാണ് നമ്മളുടെ ഡയഫ്രം അല്ലേ? ഡയഫ്രം, ഇവിടെ കുറേ ഇൻ്റർകോസ്റ്റൽ മസിൽസ് അല്ലേ? ഇത് നമ്മുടെ റിബ്സാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്താണ്? റിബ്സാണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെയുള്ള ഇതെന്താണ്? ഡയഫ്രം. ഇതെന്താണ്? ഡയഫ്രം. ഇതെന്താണ്? റിബ്സ്. ഇവിടെ നടക്കുന്ന പ്രക്രിയകളാണ് ഏതൊക്കെ? റിബ്സ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ്. സോറി, റിബ്സിൻ്റെ മുമ്പ് നമുക്ക് എന്ത് പറയണം? ഡയഫ്രം. ഡയഫ്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ്. ഡയഫ്രം ഒന്ന് കോൺട്രാക്റ്റ് ചെയ്യും. ഇതാണിപ്പോൾ സാധാരണ ഉള്ള ഡയഫ്രം. ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഈ ഡയഫ്രം ഇങ്ങോട്ട് എത്തിക്കും, ഒന്ന് വെലിഞ്ഞ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങുക. ഇതിങ്ങനെ ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുക, ഇതൊന്നും അങ്ങോട്ട് ചുരുങ്ങി. എങ്ങനെ ചുരുങ്ങിയത്? ചുരുങ്ങിയപ്പോൾ ഇങ്ങനെ അങ്ങോട്ടായി. അപ്പോൾ എങ്ങനെ? ഇത് ഡയഫ്രം ചുരുങ്ങുകയാണ്. ഡയഫ്രം ചുരുങ്ങി. ഡയഫ്രം എന്ത് ചെയ്തു? ചുരുങ്ങി. ചുരുങ്ങിയില്ലേ? അപ്പോൾ ഇവിടെ ഈ റിബ്സ് കണ്ടോ മക്കളെ, നമ്മുടെ വാരിയല്ലുകൾ? ഈ റിബ്സിൻ്റെ ഇടയിൽ ഒരുപാട് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. എന്താണ്? ഇൻ്റർകോസ്റ്റൽ മസിൽ. 3 ആളെ പഠിക്കാനുണ്ട്. ഒന്നാമത്തവൻ ഡയഫ്രം, രണ്ടാമത്തവൻ റിബ്സ്, മൂന്നാമത്തവൻ ഇൻ്റർകോസ്റ്റൽ മസിൽസ്. എന്താണ്? ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സംഭവിച്ചു ഡയഫ്രം കോൺട്രാക്ട്. ഈ ഡയഫ്രം എന്ത് ചെയ്തു? ഒന്ന് കോൺട്രാക്ട് ചെയ്തു. ഡയഫ്രം കോൺട്രാക്ട് ചെയ്താലോ എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആരാണ്? ഇൻ്റർകോസ്റ്റൽ മസിൽസ്. നമ്മൾ പറഞ്ഞ ഇൻ്റർകോസ്റ്റൽ മസിൽ. ഈ ഇൻ്റർകോസ്റ്റൽ മസിലും എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്. ഇൻ്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്യുന്നു മക്കളെ? കോൺട്രാക്ട് ചെയ്യുന്നു. ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു, ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തു. ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോൾ ഈ ഡയഫ്രം കണ്ട് താഴത്തേക്ക് പോകുന്നു. ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ നമ്മളുടെ എന്ത് ചെയ്യും? ഈ ചെസ്റ്റ് ഉണ്ടല്ലോ, മുന്നോട്ട് വരും. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണെന്ന് നോക്കിക്കോളി. നമ്മൾ ശ്വാസം എടുക്കുകയാണ്. നെന്നത്ത് കൈ വെച്ചോളി മക്കളെ. ശ്വാസം എടുക്കുകയാണ് അല്ലേ? ഡയഫ്രം ഇങ്ങനെ നിന്നിരുന്ന ഡയഫ്രം കോൺട്രാക്ട് ആയോ? ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട്. വലിച്ചു നോക്കി മക്കളെ, നമ്മുടെ ചെസ്റ്റ് പൊങ്ങി വരുന്നുണ്ടോ?
കണ്ടോ? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, ഇൻ്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചെസ്റ്റ് പൊങ്ങി വരുന്നു അല്ലേ? അഥവാ റിബ്സ് ഒക്കെ കൂടെ പൊങ്ങി വരും. അങ്ങനെ റിബ്സ് എല്ലാം പൊങ്ങി വരുമ്പോൾ മുകളിലോട്ട് പൊങ്ങി വരികയല്ലേ മക്കളെ? അപ്പോൾ ഇത്ര ഉണ്ടായിരുന്ന സാധനം ഇത്രയിലെ, അഥവാ നമ്മളുടെ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ്. തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്യും? വലുതാകും. അങ്ങനെ തൊറാസിക് ക്യാവിറ്റി വലുതായാൽ പ്രഷർ ഡിക്രീസസ്. തൊറാസിക് ക്യാവിറ്റി വലുതാകും. തൊറാസിക് ക്യാവിറ്റി വലുതായാൽ പ്രഷർ ഡിക്രീസസ്. പ്രഷർ എന്ത് ചെയ്യും? കുറയും. തൊറാസിക് ക്യാവിറ്റി വലുതാവുന്നു, പ്രഷർ കുറയുന്നു അല്ലേ? അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിനേക്കാൾ പ്രഷർ കുറവായിരിക്കും എവിടെ? നമ്മളുടെ തൊറാസിക് ക്യാവിറ്റിയിൽ. സോ ബ്രീത്ത് ഇൻ അല്ലേ? അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിനേക്കാൾ പ്രഷർ കുറവായിരിക്കും നമ്മളുടെ തൊറാസിക് ക്യാവിറ്റിയിൽ. സോ ബ്രീത്ത് ഇൻ. മനസ്സിലായോ മക്കളെ? ഇൻസ്പിറേഷൻ പഠിച്ചാൽ എക്സ്പിറേഷൻ സിമ്പിളാണ്. എന്താ സംഭവിക്കുന്നത്? ഡയഫ്രം ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. സോ ഒന്നും കണ്ട് ഡയഫ്രം താഴോട്ട് വരും. ഡയഫ്രം കോൺട്രാക്ട് ചെയ്താൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യുന്നു. സോ നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നോക്കും മക്കളെ, നമ്മുടെ ചെസ്റ്റ് എന്ത് ചെയ്യും? പൊങ്ങി വരും. സോ ഇവിടെ ഉണ്ടായിരുന്ന ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു, ചെസ്റ്റ് പൊങ്ങി വന്നു. സോ ഇവിടെയുള്ള ക്യാവിറ്റി അല്ലേ, തൊറാസിക് ക്യാവിറ്റി, ആ തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്യും? വോളിയം ഓഫ് അല്ലേ? തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ത് ചെയ്യും? തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. അങ്ങനെ വോളിയം കൂടിയാൽ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും. അങ്ങനെ വോളിയം കൂടിയാൽ പ്രഷർ കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ്, പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് പോവുക? ഗ്യാസസ് ആയിക്കോട്ടെ, മോളിക്യൂൾസ് ആയിക്കോട്ടെ നമ്മൾ പോവുക. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് പോവുക. സോ ബ്രീത്ത് ഇൻ. അറ്റ്മോസ്ഫിയറിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഗ്യാസ് നമ്മളുടെ ഉള്ളിലേക്ക്, ലങ്സിലേക്ക് എത്തും. സോ ബ്രീത്ത് ഇൻ. ഇതേ കേസ് തന്നെയാണ് മക്കളെ. നോക്കി ഇതേ കേസ് തന്നെയാണ് അല്ലേ? ഇതേ കേസ് തന്നെയാണ്. ഇതാണ് ഒരു സാധാരണ ലങ്സ് എന്ന് പറയുന്ന ലങ്സ്. എന്താണ്? ഇതാണ്. ഇവിടെ കുറേ എന്തുണ്ട്? റിബ്സ് ഉണ്ട്. ഇവിടെ കുറേ എന്തുണ്ട്? ഇൻ്റർകോസ്റ്റൽ റിബ്സ് ഉണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നു ഡയഫ്രം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് നോക്കി മക്കളെ. ഡയഫ്രം റിലാക്സസ്. എന്താ സംഭവിക്കുന്നത്? ഡയഫ്രം എന്ത് സംഭവിക്കുന്നു? റിലാക്സ്. അങ്ങനെ ഡയഫ്രം റിലാക്സ് ചെയ്താൽ ഇൻ്റർകോസ്റ്റൽ ഉണ്ടോ? വെറുതെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻ്റർകോസ്റ്റൽ മസിൽസും എന്ത് ചെയ്യുന്നു? റിലാക്സ്. ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു, ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്താൽ ഈ നമ്മൾ പുറത്തു വിടുമ്പോൾ ആലോചിച്ച് നോക്കി മക്കളെ, വലിച്ചു ഈ പുറത്തു വിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചെസ്റ്റ് താഴോട്ട് വരിക ചെയ്യാം. സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു മക്കളെ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ താഴോട്ട് വരും. അങ്ങനെ ചെസ്റ്റ് അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി. എന്താണ്? വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കുറയും. അങ്ങനെ വോളിയം കുറഞ്ഞാൽ പ്രഷർ ഇൻക്രീസസ്. വോളിയം കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പ്രഷർ കൂടുന്നു. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? എയർ എക്സ്പെൽഡ് അഥവാ ബ്രീത്ത് ഔട്ട്. ബ്രീത്തിന് മനസ്സിലായോ? ബ്രീത്ത് ഔട്ട് മനസ്സിലായോ മക്കളെ? ബ്രീത്തിന് മനസ്സിലായോ? ബ്രീത്ത് ഔട്ട് മനസ്സിലായോ? ഇവിടെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. സോ വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. പ്രഷർ കൂടിയ സ്ഥലത്തു നിന്നും പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക്, അഥവാ ബ്രീത്ത് ഇൻ. ഓക്കെ ആണോ? ഇനി എന്താ സംഭവിക്കുന്നത്? ബ്രീത്ത് ഔട്ട് എങ്ങനെയാണ്?
അല്ലേ? ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു, ഇൻ്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യുന്നു. സോ ഈ thoracic ക്യാവിറ്റിയുടെ വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് അഥവാ ബ്രീത്ത് ഔട്ട്. ഓക്കെ ആണോ മക്കളെ? സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലങ്സും എങ്ങനെയാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, അതിൻ്റെ കൃത്യമായ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, പിന്നെന്ത് പഠിച്ചു? എങ്ങനെയാണ് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.